നമസ്കാരം, ഞാൻ ഡോക്ടർ അബിൻ രാധാകൃഷ്ണൻ. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും, അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. ഇപ്പോൾ റോബിൻ പറഞ്ഞതിലുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊന്നും ഓരോ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. എന്ന് വെച്ചുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പാർട്ടിയിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് അതിനെതിരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രോളേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടത്തിനല്ല അദ്ദേഹം ഉണ്ടെങ്കിൽ ജീവിക്കേണ്ട ആവശ്യം. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്നത്. ഇപ്പോൾ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരുപാട് പാർട്ടിയിൽ ഇതേ കണക്കുണ്ട്, ഒരുപാട് പേര് പോയി ചേരുന്നുണ്ട്. അതിനെല്ലാം ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഒരാൾ ഇഷ്ടമാണ് ഏത് പാർട്ടിയിൽ പോകണം, എവിടെ ചേരണോ എന്നുള്ളത് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മളെ ഈ രാജ്യത്തുണ്ടെങ്കിൽ ജനാധിപത്യ രാജ്യത്തിലുണ്ടെങ്കിൽ അതിനുള്ള അവകാശമുണ്ട്. ആർക്ക് ഏത് പാർട്ടിയിൽ ചേരണം, ഏത് മതമുണ്ട് അല്ലെങ്കിൽ ഏത് ആശയങ്ങളുണ്ട്, അതെല്ലാം അവരുടെ ഇഷ്ടങ്ങളാണ്. അത് ബാക്കിയുള്ളവർ കൈകടത്തേണ്ട ഒരു ആവശ്യമില്ല. അത് ബാക്കിയുള്ളവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഉള്ളൂ അതിന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി ഇതേ കണക്ക് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പാർട്ടിയിൽ പോയി ചേർന്നെന്നും പറഞ്ഞ് ഇതേ കണക്ക് ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.